കണ്ണിന് കുറച്ച് കുളിർമയോട് കൂടി നമുക്ക് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എണീറ്റ് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കുറച്ച് സമയം രാവിലെ 8 മണിയാകുമ്പോൾ മോന് പോകണം. അതിന് മുമ്പ് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് ഉള്ളിലേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി ദോശയും ചട്നിയൊക്കെയാണ്. 8 മണിയാകുമ്പോൾ മോന് വണ്ടി വരും. അങ്ങനെ മോനെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടുക, വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ എണീക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. എങ്കിലും യാത്ര ഇഷ്ടമായതുകൊണ്ട് വേഗം റെഡി ആയിക്കോളും. വേഗം വിളിച്ചാൽ എണീക്കുമെല്ലാം ചെയ്യും. എങ്കിലും കുറച്ചൊരു മടിയുണ്ട്. അങ്ങനെ മോനെ സ്കൂളിൽ വിട്ടു. ഞാൻ തിരിച്ച് വന്ന് പൊടിയെ എണീപ്പിച്ചു. പൊടി വാക്കറയിലിരുന്ന് ഒരു തോർത്തൊക്കെ തലയിലിട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് ദോശയും ചട്നിയായിരുന്നു. മൂക്കും അതെല്ലാം കൊടുത്ത് ഉച്ചയ്ക്ക് ഞാൻ നമുക്ക് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങയിട്ട് കറിയെല്ലാം വെച്ച് ചോറൊക്കെ ഉണ്ടായതിന് ശേഷം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഏട്ടൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആണ്. അവരുടെ വീട്ടിൽ ധാരാളം ചെടികളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ചെടികളുണ്ട്. നിറയെ പൂക്കളുമായിട്ട് നല്ല രീതിയിൽ ചേച്ചി നല്ല രീതിയിൽ ചെടിയെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പിറന്നാളിന് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. എന്താ പറയുക, അടിമക്കണ്ണുകളെ പോലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പണിയെടുക്കുകയാണ്. 2 രാജ്ഞിമാർ ഊഞ്ഞാലിലിരുന്ന് ആടുവാണ്. അങ്ങനെ പണിയെല്ലാം തീർത്ത് ഞാൻ വീട്ടിലേക്ക് പോന്നു. വൈകുന്നേരമാണല്ലോ ഫംഗ്ഷൻ. അങ്ങനെ വൈകുന്നേരം ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളാണ്. ഇവളുടെ പേരും പാറു എന്നാണ്, പാർവതി എന്നാണ് ഫുൾ നെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏട്ടനും അനിയത്തിയുണ്ട്. അനീഷേട്ടൻ പോയിട്ട്, അതായത് ശ്രീ നന്ദനയുടെ അച്ഛൻ പോയിട്ട് കൂട്ടിയിട്ട് വന്ന ഏട്ടനാണ്, അജേട്ടൻ്റെ ഏട്ടനാണ് പോയി കൂട്ടിയിട്ട് വന്നതാണ് പിള്ളേരെ. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ മോളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. പൊടിമോൾ നേരത്തെ വന്നിരുന്നു. ആദുവിനെ ഞാൻ കൂട്ടിയിട്ട് വന്നതാണ്. അത് വന്നപാട് ഊഞ്ഞാലെ കയറിയിരുന്നു. ഇന്നതാ ഫുൾ മൂണായിരുന്നു എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും നമ്മുടെ പാറുവിൻ്റെ ഏട്ടനാണ് അവിടെ ഇരിക്കുന്നത്. പാറു നമ്മുടെ അമ്മയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. കാരണം കേക്ക് മുറിക്കാനായിട്ട് കുറച്ച് താമസിച്ച്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ എന്തേ ലേറ്റ് ആവുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ പൊടിമോള് പോയിട്ട് മടി കയറിയിരുന്ന് കുറച്ച് സമയമെല്ലാം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പാറു സ്കൂളിൽ നിന്ന് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടുന്ന് വന്നതാണ്. ഇവർ നേരത്തെ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ നമ്മൾ ഒരു മരുമകളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറച്ച് ലേറ്റായി നമ്മൾ കേക്ക് മുറിക്കാനായിട്ട്. അന്നേരം ടി വിയിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് എല്ലാവരും കൂടെ അതുമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. നമ്മൾ ഫാമിലി മാത്രം ഉള്ളൊരു ചെറിയൊരു ഫങ്ഷനായിരുന്നു. അങ്ങനെ മരുമോൾ വന്നു, രണ്ടാമത്തെ മരുമോൾ വന്നു, പിള്ളേർ വന്നു. നിച്ചു ചിച്ചു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പൊടിമോളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് നന്ദനക്കൊക്കെ കൊടുത്തു. ചെറിയ ചെറിയ ആഘോഷങ്ങളാണെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ബാക്കിയുള്ളൂ. അങ്ങനെ കേക്കെല്ലാം കഴിച്ചതിന് ശേഷം ഏതാണ്ട് 9 മണി ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. കേക്ക് കണ്ടപ്പോഴത്തേക്കിനും അതും മെല്ലെ സ്റ്റെയർകേസിനോടൊന്ന് പൊങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത് നേരത്തെ പറഞ്ഞു. ചേച്ചിയും മോളും കൂടെയാണ് ബിരിയാണിയൊക്കെ സെറ്റാക്കിയത്. ഏതാണ്ട് 9-9:15 അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. കുട്ടികളെ എല്ലാം നിലത്തിരുത്തിയിട്ട് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. വലിയവരെല്ലാവരും ഒരു എന്താ പറയുക 1 by 1 ആയിട്ട് എല്ലാവരെയും ഇരുത്തി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നത്. പ്രഭാരേട്ടന് പിന്നെ അമ്മയും അനിച്ചേട്ടനും നമ്മുടെ ഒരു കസിനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആദുക്കുട്ടനും വന്നിരുന്ന്. ആദുക്കുട്ടന് സാധാ ചോറൊന്നും പറ്റുകയില്ല കേട്ടോ. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. ചിക്കൻ ആദ്യം ഞാൻ ഇട്ടപാട് തന്നെ ചിക്കൻ എടുത്ത് തിന്നുവാണ്. തന്നെ വാരി തിന്നോളൂ, ഇതെല്ലാം തന്നെ വാരി തിന്നോളൂ, കുഴപ്പമില്ല. അതിനിടയ്ക്ക് നമ്മുടെ പാറു ഉറങ്ങി തൂങ്ങി വീഴുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മറ്റുള്ളവരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവള് അങ്ങ് ക്ഷീണം പിടിച്ചു എന്ന് തോന്നുന്നു. അപ്പം തൂങ്ങി വീഴുന്നൊരു സമയത്ത് ഞാനത് പോയിട്ട് വാരി കൊടുക്കുക ചെയ്തത്. പിന്നെ മരുമക്കളും സുനിയേച്ചി പെങ്ങളാണ് അവിടെ അടുത്തിരുന്നത്. പൊടിമോള് അതിനിടയ്ക്ക് ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് 2ാമത്തെ മരുമോളുടെ ഹസ്ബൻഡാണ് നിതീഷ്. ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിള്ളേരെല്ലാം ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പോകുമായിരുന്നു. നല്ല എന്താ പറയുക, നമ്മുടെ ചിച്ചു നല്ലപോലെ ഡാൻസ് കളിക്കും കേട്ടോ. ഇവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട്. പല സ്റ്റേജുകളിലും അവൾ പെർഫോം ചെയ്യലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദുക്കുട്ടനെ അവരുടെ കൂടെ കൂടിയെന്നുള്ളതാണ്. അവൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ചില ദിവസങ്ങളുണ്ടാവില്ലേ. അപ്പം ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു. അവന് പാട്ട് പൊതുവേ ഇഷ്ടമാണ്. അവിടെ നിന്ന് 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് കളിക്കുന്നു എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു.
ഇടയ്ക്ക് നമ്മുടെ പൊടിമോളാണെങ്കിൽ അതിനിടയ്ക്കൂടെ കിടന്നിട്ട് എന്താ പറയുക കുരുത്തക്കേടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അവസാനം അവർ പിള്ളേർ DJ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയ രീതിയിലൊക്കെ ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് പോയി. നല്ല നല്ല നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല നല്ല നിമിഷങ്ങളാണ്. കാരണം പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ വർഷം കഴിയും തോറും കുട്ടികളെന്ന് പറഞ്ഞാൽ മുതിർന്നവരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കുക. ആ ഒരു 2-3 മണിക്കൂർ നമ്മളെല്ലാം മറന്ന് അതിലേക്ക് ലയിച്ച് ഇരിക്കുന്നതുണ്ടായിരുന്നത്. ലാസ്റ്റ് കുട്ടികളെല്ലാം ഉറങ്ങാൻ പോയി. ബാക്കിയായിട്ട് നമ്മുടെ ആദ്യക്കുട്ടനും പൊടിമോളുമാണ്. അപ്പോൾ ഏട്ടനും പെങ്ങളും ഒരാൾ സർക്കസ് കളിക്കുന്നുണ്ടായിരുന്നു, ഒരാൾ അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പിയായി ഒരു 11-11 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.